ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായ ഒരു ദിശാബോധം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ഇനി തുടങ്ങേണ്ടത്. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. അത് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഉണ്ട്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ചിന്തിക്കുക. പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ ഏതൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനൊരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഏതൊക്കെ വഴിയെ പോയാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു സമയം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രപഞ്ചം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വഴികളൊക്കെ കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. അതിപ്പോൾ ജോലിയിലാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യത്തിലാവട്ടെ, നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ അത് ചിലപ്പോൾ വ്യക്തികളായിട്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ആ ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അതുപോലെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനോ ഒക്കെ ഈ സമയം പോകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ബിസി ആവുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം ചെയ്യുമെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കണം എന്നൊരു തോന്നൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിൽ വരുമെന്നുള്ളതാണ്. പിന്നെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് ഇത്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് ജോലിയിലുള്ള പ്രമോഷനാകട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറി നിങ്ങളുടെ നഷ്ടങ്ങളൊക്കെ ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം റിയലായിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ
നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സഹായത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റാത്ത ആൾക്കാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മറ്റാൾക്കാരുടെ സഹായം നിങ്ങൾ തേടിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു തീരുമാനത്തിൽ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറും തമ്മിലൊരു ബാലൻസ് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്കുള്ള ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ്. പാസ്റ്റിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിങ്ങനെയാകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ സെൽഫായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു സമയം ഉണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റങ്ങൾ അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു സക്സസ്സിലേക്കൊക്കെ നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഒരു വളരെയധികം സക്സസ് ആകുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ നെഗറ്റീവ് എനർജിയിലൊക്കെ ഇരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു സമയത്തിന് ഇവിടെ അവസാനമായിരിക്കുന്നു എന്നാണ്. മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗത്താലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതിനെല്ലാം ഇവിടെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്തെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളിവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർക്ക് ഇവിടെ ജോലിയിലൊക്കെ സ്ഥലം മാറ്റം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മോശമായ പല കാര്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളിൽ നിന്നും, നിങ്ങൾക്ക് മൂല്യം തരാത്ത ആൾക്കാരിൽ നിന്നും, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ്. നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ തീരുമാനിക്കുന്നു എന്നാണ്. നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനം തരാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വീട് മാറി പോകുന്നതായിരിക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതാവാം. അപ്പോൾ
നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോകാൻ ഒരു തീരുമാനമെടുത്തു എന്നാണ് കാണുന്നത്. അപ്പോൾ വലിയൊരു തുടക്കമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും നിങ്ങളെ ഒരുപാട് രക്ഷിക്കുന്ന ഒരു സമയമാണ് ഇത്. ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ തുടർന്ന് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ അതൊരു ബിസിനസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ തുടങ്ങാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പുതിയതായി വന്നത്, അത് നിങ്ങൾ തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവാം. ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു വിവാഹം വന്നിട്ട് അത് ഫിക്സ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹയർഫൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ആ ഒരു തീരുമാനം ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട ഒരു സാഹചര്യമാവാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വേണമെന്നുള്ളതാണ്. നോർമലി പറയും പോലെ പറയാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. അപ്പോൾ ആ കാര്യത്തിന് നിങ്ങൾക്കിവിടെ അതിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് സംഭരിക്കാൻ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളെന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുകൂടി കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനെയൊക്കെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ നിങ്ങൾ ദൈവത്തിനെയൊക്കെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്കിവിടെ മറികടന്ന് പോവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു ഹയർഫൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായി ഈ ഒരു സമയം പെരുമാറാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഒരു നിരാശയിൽ നിന്നും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ കാത്തിരിക്കുന്നതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചില വ്യക്തികളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ നിങ്ങളുടെ മെമ്മറീസ് ആവാം. അപ്പോൾ അങ്ങനെ എന്തു തന്നെയായാലും ആ ഒരു കാര്യത്തെ നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെയുള്ള മെമ്മറി ഹോൾഡ് ചെയ്യുന്നത് നിർത്തലാക്കുക എന്നാണ്. അങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ പോയി അത് റിവ്യൂ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ശരിക്കും ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം ഈ ഒരു സമയം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. നമ്മൾ ഫാമിലിയെ മാറ്റി നിർത്തിയിട്ട് പുറത്തുള്ള സൗഹൃദങ്ങൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ മറ്റൊരിടത്തും കിട്ടാത്ത ആ ഒരു സുരക്ഷിതത്വം നമ്മുടെ ഫാമിലിയിലുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മളോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും പുറത്തുള്ള ആളുകൾ അവരവരുടെ കാര്യം വരുമ്പോൾ അവർ അത്തരത്തിൽ പോകും. അപ്പോൾ നമ്മളെപ്പോഴും
ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരുമായിട്ടും ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അവർക്ക് സമയം കൊടുക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കാര്യം കൂടി നോക്കുക. അതായത് നമ്മൾ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്കറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയം. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എന്തൊക്കെ പറഞ്ഞാലും നമുക്കെന്താണ് വേണ്ടത് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ്. നമ്മുടെ മൂല്യം കളഞ്ഞിട്ടാകരുത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മളായിട്ട് നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. അതുപോലെ കൃത്യമായിട്ടൊരു വരുമാനമാർഗമൊക്കെ നിങ്ങളിവിടെ കണ്ടെത്തണമെന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു വരുമാനം ലഭിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങളിവിടെ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടാവാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു ഇൻകം വേണമെന്നൊക്കെ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയം വിചാരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ളൊരു സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ 10 ഓഫ് കപ്സും 10 ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആയിരുന്നാലും ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിലൊക്കെ നിങ്ങൾ ഇരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ആയിരുന്നാലും അതിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വിറ്റിട്ട് ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അതുപോലെ ബിസിനസ്സിലൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ബിസിനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും ഈ സമയം എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതിൽ വിക്ടറിയാണ്. നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലെ സത്യം തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. നമ്മുടെ കർമ്മഫലമെന്ന് പറയാൻ പറ്റും. അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത്തരത്തിലൊരു സക്സസ് നിങ്ങളിലേക്ക് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതാണ് എന്നാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കാം. മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങനെയാവാം. അപ്പോൾ അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നതും. എല്ലാവരും ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കാം, ഒറ്റപ്പെടുത്തുകയും അല്ലാന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ആ ഒരു ഒറ്റപ്പെടുത്തലും ആ ഒരു ഒഴിവാക്കലും ഒക്കെ
നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ആരും കൂട്ടിനില്ലാതെ നിങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ദൈവം കരുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ നമുക്ക് തരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്നും അവരുടെ എനർജിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എനർജി ലെവലുമായിട്ട് ഒത്തുചേരാത്ത ആൾക്കാരെ ദൈവം തന്നെ ഒന്ന് മാറ്റിവിടും എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെങ്കിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സമയം നിങ്ങളിലേക്ക് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഒക്കെ ഈ ഒരു സമയം നിങ്ങളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.